ഹായ്, ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് ചിക്കൻ ടിക്ക ബ്രെഡ് പോക്കറ്റ്സ്. അപ്പോൾ ബ്രെഡ് പോക്കറ്റ്സ് വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടീ ടൈം സ്നാക്കാണ്. റമദാനും പറ്റിയതാണ്. പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റി ഈസി ചിക്കൻ ടിക്ക ഫില്ലിംഗ് ആണ്. അപ്പോൾ ഒരു സാൻഡ്വിച്ച് ബ്രെഡ് പോക്കറ്റ് പോലെ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് 450 ഗ്രാംസ് ചിക്കൻ ബ്രസ്റ്റ് വേണം. എല്ലും തോലോടുകൂടിയുള്ള ചിക്കൻ ബ്രസ്റ്റാണ്, കാരണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിൽ 4 ടേബിൾ സ്പൂൺ കട്ടിത്തൈര്, 1 ടേബിൾ സ്പൂൺ ചതച്ച ഉള്ളി, 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കസൂരി മേത്തിയുടെ ഇല, ഇത് ഡ്രൈഡ് ഉലുവയിലാണിത്. പിന്നെ പഞ്ചാബി ക്വിസിനിൽ യൂസ് ചെയ്യുന്ന കടുകെണ്ണ, 1 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് ഓയിൽ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഓലിവ് ഓയിൽ ആയാലും കുഴപ്പമില്ല. ഒരു ഒത്തൻറ്റിക് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റർഡ് ഓയിൽ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി കുറച്ച് മസാലപ്പൊടികൾ, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇവിടെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നോർത്ത് ഇന്ത്യൻ ഗരം മസാല ഞാൻ വീഡിയോ മുമ്പ് ഇട്ടിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ തന്തൂരി മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇപ്പോൾ തന്തൂരി മസാലപ്പൊടി ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുറച്ചും കൂടി ഗരം മസാല ചേർത്താൽ മതി. ഇതെല്ലാം കൂടി പറ്റി നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഈ സ്കിന്നിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാൻ മറക്കരുത്. സ്കിന്നോടുകൂടി ബേക്ക് ചെയ്യാൻ കാരണം ഇത് നല്ല മോയ്സ്റ്റ് ആയിരിക്കും, നല്ല ടെൻഡർ ആയിരിക്കും. സ്കിന്നെടുത്ത് മാറ്റി നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ 160 ഡിഗ്രീസ് പ്രീ ഹീറ്റഡ് ഓവനിൽ താഴത്തെ റാക്കിൽ വെച്ചിട്ട് 40 മിനിറ്റ് ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം മുകളിലത്തെ റാക്കിൽ എന്ന് വെച്ചാൽ അപ്പർ ഹീറ്റിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് പിന്നെ ബ്രോയിൽ ചെയ്തെടുക്കണം ആ ബ്രോയിലറിൻ്റെ അടിയിൽ. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് നല്ല മുരിഞ്ഞ് കിട്ടും. ബേക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി നോക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ നമ്മൾ ബേക്ക് ചെയ്താണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവനില്ലെങ്കിൽ ഇതേ പ്രിപ്പറേഷൻ ചെയ്തിട്ട് അടുപ്പത്ത് ഒരു ദോശക്കല്ല് പോലെ കട്ടിക്കല്ലുമ്മിൽ വെച്ചിട്ട് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു വലിയ മൂടി വെച്ചിട്ട് കമത്തിയാൽ മതി. അപ്പോൾ ഇനി ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കാൻ ഒരു 12 ബ്രെഡ് സ്ലൈസസ് എടുക്കണം. എന്നിട്ട് അതിന് പറ്റിയ സൈസുള്ളൊരു റൗണ്ട് കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം സർക്കിൾസ് ആയിട്ട്. പറ്റണ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസ് ഉള്ളത് എടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ കൂടുതൽ ബ്രെഡ് വേസ്റ്റായി പോകും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, വളരെ കുറവ് ബ്രെഡ് വേസ്റ്റ് ആയിട്ടുള്ളൂ. അതിന് പാകത്തിലുള്ളൊരു കട്ടർ നോക്കാം. അപ്പോൾ 12 ബ്രെഡ് സൈസ് ഇതുപോലെ കട്ട് ചെയ്ത് 2 എണ്ണം ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് ഈ എഗ്ഗിൽ മുക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രെഡ് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ മുക്കിയെടുക്കണം. എല്ലായിടത്തും ചുറ്റും ആവണം, പക്ഷെ അതിൻ്റെ ഉൾഭാഗത്ത് അങ്ങനെ എഗ്ഗ് ആക്കരുത്. അപ്പോൾ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. എഗ്ഗിൽ മുക്കി പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. ഒരു 2 കപ്പോളം വേണം ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ബ്രെഡ് ക്രംസിൽ ഇത് മുക്കിയെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ആ 2 ബ്രെഡിൻ്റെ എഡ്ജസ് നന്നായിട്ട് കോട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്യാം. ഇപ്പോൾ വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ഹോൾ മീൽ ബ്രെഡും യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എന്നാലും കുറച്ചും കൂടി ഫ്ലേവർഫുൾ ഈ ബ്രെഡ് പോക്കറ്റ്സിന് വൈറ്റ് ബ്രെഡ് തന്നെയാണ്. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തിട്ട് ബ്രെഡ് മുക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുപ്പത്ത് എണ്ണ ചൂടാവുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 12 ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കാം കേട്ടോ. നമുക്കിത് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, ബേക്ക് ചെയ്ത് നല്ല ബ്രോയിൽ ചെയ്ത് ആ സ്കിന്നൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ടെൻഡറാണ് ഈ ചിക്കൻ. ഇപ്പോൾ സ്കിന്ന് മാറ്റാം, നല്ല ടെൻഡറാണ്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടി ബേക്ക് ചെയ്തെടുക്കാം, വല്ല നനവുണ്ടെങ്കിൽ. ചൂടാറിയതിന് ശേഷം നമുക്കിത് ചോപ്പ് ചെയ്യാം.
പിന്നെ വല്ല എല്ലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. ബ്രെഡ് പോക്കറ്റ്സ് നമ്മൾ ഫ്രൈ ചെയ്യാണ്. ഒരു മീഡിയം ഹീറ്റിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഇങ്ങനെ പഫ് ചെയ്ത് വരും ബ്രെഡ് പോക്കറ്റ്സ് ഇതുപോലെ. അപ്പോൾ ബ്രെഡിൽ മുക്കിയതിന് ശേഷം ഒരുപാട് താമസമില്ലാണ്ട് തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കണം. എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ പഫ് ചെയ്ത് വരും. രണ്ട് സൈഡ് ഒരേ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കൂടുതൽ കറുത്തു പോകാണ്ട് നോക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വേണ്ടത്. ഒരുപാട് ലെസ്സായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അതിൻ്റെ ഉള്ളിലത്തെ ലെയർ ചിലപ്പോൾ മുട്ട മുക്കിയതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ കാണും. അതുകൊണ്ട് കറക്റ്റ് ഒരു പാകത്തിന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് പോക്കറ്റ്സ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി പോക്കറ്റ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ നടുവേ കൂടി ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ് ഈ ബ്രെഡ് പോക്കറ്റ്സ്. സ്ലൈസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഉള്ളിലത്തെ ബ്രെഡ് ഇപ്പോഴും വൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം നമുക്ക്. അപ്പോൾ ചിക്കൻ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് പീസാക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലൊക്കെ എടുത്ത് മാറ്റി കളയണം. ഞാൻ കിച്ചൺ സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം ബ്രെഡ് പോക്കറ്റ്സ്. അപ്പോൾ ഏറ്റവും അടിയിൽ കുറച്ച് ഷ്രെഡ് ചെയ്ത ലെറ്റസാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഫ്രഷും ഒരു ചെറിയ തണുപ്പും ഒക്കെ കിട്ടും. അത് വെച്ചിട്ട് ചൂടുള്ള ബ്രെഡ് പോക്കറ്റ്സിൻ്റെ ഉള്ളിൽ ലെറ്റസാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ കുറച്ച് ക്യാബേജ് ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് ചിക്കൻ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അതുപോലെ ലെറ്റസും ചിക്കനും ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവറിങ് ആയിട്ട് നമ്മൾ കുറച്ച് മയോണൈസും കുറച്ച് ഗ്രീൻ ചട്നി, ഇത് രണ്ടും കൂടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മയോണൈസ് ചെറിയൊരു സിപ്പ് ലോക്ക് ബാഗിൽ ഒരു പൈപ്പിംഗ് ബാഗ് പോലെ ആക്കിയിട്ട് ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി. മയോണൈസിൻ്റെ കൂടെ ഗ്രീൻ ചട്നി, ഈ ഒരു കോമ്പിനേഷൻ വളരെ ടേസ്റ്റിയാണ്. ലെറ്റസിൻ്റെ ഒരു തണുപ്പും ചൂട് ഉള്ള ബ്രെഡ് പോക്കറ്റ്സും ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് സോസസ് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഒരുപാട് സമയം എടുക്കില്ല. ഓവനില്ലാത്തവർക്ക് ഇത് അടുപ്പത്തും വെച്ച് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും വിവരം അറിയിക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.